ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സാരഥികൾ, ബഹുമാനമുള്ളവരെ, ഒരു സുദീർഘമായ ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി ഈ വേദി ഉപയോഗപ്പെടുത്തല്ല. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രമേയങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ചർച്ചക്കാണ് ഈ വേദി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് IS സലഫിസം ഫാസിസം എന്ന പ്രമേയത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ടിട്ട് SKSF ഇസ്തിഖാമ വിഭാഗം കേരള അടിസ്ഥാനത്തിൽ അവർ ഇവിടെ നടത്തി പോരുന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. SKSFനെ സംബന്ധിച്ചും അതിൻ്റെ ഉപശാഖകളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ മഹത്താവുന്ന ദൗത്യവും അതിൻ്റെ ആശയാദർശങ്ങളും ഒരു നിലക്കും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ഉപശാഖയാണ് SKSF. വളരെയധികം ശ്ലാഘനീയവും പ്രശംസനീയവുമായ പ്രവർത്തനമാണ് SKSF ഇവിടെ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ആദർശ രംഗത്ത് നമ്മുടെ ചെറുപ്പക്കാരാവുന്ന ഈ പണ്ഡിതന്മാർ, യുവാക്കളാവുന്ന ഈ പണ്ഡിതന്മാർ, അവർ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഓടി നടന്ന് ഈ വിശുദ്ധമായ ആശയത്തിൻ്റെ പ്രചരണവും ആ വിശുദ്ധമായ ആശയത്തിൻ്റെ സംരക്ഷണവും ആ ആശയത്തിന് എതിരിൽ വരുന്നതായ സർവ ശക്തികൾക്കെതിരിൽ ആഞ്ഞടിച്ചും കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. ഇതുകൊണ്ടിട്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു പ്രമേയത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ വളരെ പ്രസക്തമാകുന്നത്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധമായ ശരീഅത്ത്, ആ ശരീഅത്തിനെ ഏതെല്ലാം നിലക്ക് ഇവിടെ അതിനെ കരിവാരി തേക്കാൻ സാധിക്കുമോ ആ നിലക്ക് അതിൻ്റെ ആശയങ്ങളെ കരിവാരി തേച്ചും കൊണ്ടിട്ട് അതിനെ വികൃതമാക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഏത് രംഗം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതുകൊണ്ട് അതിനെതിരിൽ ശക്തമായ നിലക്കുള്ള പ്രതികരണം ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. മഹാന്മാരാവുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ അവർ ഒരു 10-90 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ ആലോചിച്ചു, ഈ കേരളത്തിൽ വരാൻ പോണതായ സർവ തത്തവുറാത്തുകളും സർവ പരിഷ്കരണങ്ങളും വികലമാവുന്നതായ സർവ ആശയങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇവിടെ സ്ഥാപിച്ച
നമ്മുടെ മഹാന്മാരാവുന്നതായ നമ്മളെ മശായിഖന്മാർ, നമ്മളെ ഉസ്താദന്മാർ, അവരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരങ്ങനെയാണ്. അവർ ഓരോ ഭൂമിയിലേക്ക് നോക്കിയിട്ട് ആ ഭൂമിയിൽ അവിടെ നടക്കുന്നതായ തത്തവുറാത്തുകൾ എന്തൊക്കെയാണോ ഖിയാമത്ത് വരെ അത് നോക്കി മനസ്സിലാക്കാൻ കഴിയണവർ എന്നവർ. അപ്പോൾ ഒരു പ്രദേശത്തേക്ക് നോക്കി, അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് നോക്കി, ഒരു രാജ്യത്തിലേക്ക് നോക്കി അവിടെ ഖിയാമത്ത് വരെ ഉണ്ടാവുന്നതായ സംഭവ വികാസങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നവരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ് ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം നൽകിയവർ. അപ്പോൾ അവർക്കറിയാം ഇവിടെ ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവാൻ പോകുന്നതായ സർവ്വ പാർട്ടികളെ സംബന്ധിച്ചും സർവ്വ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചൊക്കെ അതിനെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ, അതിനെ തടുക്കണം എന്നുണ്ടെങ്കിൽ, അഥവാ വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിൻ്റെ ആശയങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു സംഘടന വേണം. അത് സംഘടന നിർബന്ധമാണ് എന്നതിലേക്ക് എത്തിയപ്പോഴാണ് മഹാന്മാരാവുന്ന മശായിഖന്മാർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തുന്ന അവരോട് മുശാവറ ചെയ്തതിൻ്റെ ശേഷം തീരുമാനിച്ച് സ്ഥാപിക്കപ്പെട്ടൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന ഇതുവരെ അതിൻ്റെ നയത്തിൽ ഇതുവരെ പേച്ചിട്ടില്ല. ഈ സംഘടന ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ സംഘടനക്കൊരു പിഴവ് സംഭവിക്കുകയില്ല. അങ്ങനെയാണ് ഈ സംഘടനൻ്റെ സ്വഭാവം, അങ്ങനെയാണ്. കാരണം മഹാന്മാരാവുന്ന മശായിഖന്മാർ അവർ നമ്മളെ പിന്നിൽ നിന്നും കൊണ്ട് ഈ സംഘടനയെ നയിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ മഹത്താവുന്നതായ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ അന്നത്തെ കാലഘട്ടം നമുക്കറിയാം. അന്ന് ചില ഈ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇവിടെ പല പേരിൽ ഒരു അറിയപ്പെടുന്ന, അത് കുറേ കാലം കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അതിൻ്റെ ശേഷം നദ്വത്തുൽ മുജാഹിദീൻ, അങ്ങനെ പല പേരിലായിക്കൊണ്ട് സലഫി, അങ്ങനെ പല നോക്കിയാൽ പല പേരിലും അറിയപ്പെടുന്ന അങ്ങനെ ഒരു പ്രസ്ഥാനവും അതിവിടെ വന്ന ആ കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ അവർ വളരെ ആലോചിച്ചതിൻ്റെ ശേഷം അവർ ഇസ്തിഖാറത്ത് ചെയ്ത് മഹാന്മാരാവുന്ന അവരെ ഹയാത്തുള്ളതായ മശായിഖന്മാരോടും മരണപ്പെട്ട മശായിഖന്മാരോടൊക്കെ മുശാവറ ചെയ്തതിൻ്റെ ശേഷമാണ് ഈ സംഘടന ഇവിടെ രൂപീകരിച്ചത്. ഈ ആശയം വളരെ വികൃതമായ ആശയമാണ്. വിശുദ്ധമാവുന്ന ശരീഅത്തിനെ അത് പൂർണ്ണമായിട്ട് അത് കരിവാരി തേക്കുന്നതായ ഒരു ആശയമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാർ സ്ഥാപിച്ച ഈ സംഘടന അന്ന് ഇതിനെ സ്ഥാപിക്കണ കാലഘട്ടത്തിൽ തന്നെ അവർ മനസ്സിലാക്കി. ഓരോ സംഘടനകളെ സംബന്ധിച്ചും ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഓരോന്ന് വരും, കള്ള തരീഖത്തുകൾ ഇവിടെ വരും, അവരൊക്കെ എതിർക്കുക എന്നുള്ളത്, എതിർത്താൽ മാത്രമേ വിശുദ്ധമാവുന്ന ശരീഅത്ത് ഇവിടെ നിലനിൽക്കുള്ളൂ. ഏത് ഈ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കൊക്കെ കഴിഞ്ഞു പോയ മഹാന്മാരാവുന്നതായ ഇമ്മത്ത് മശായിഖ് അവരെ കുറ്റം പറയുകയും അവരെ എതിർക്കുകയാണ് അവരെ ഏറ്റവും പ്രധാനമാവുന്ന അജണ്ട. പരിശോധിച്ച് നോക്കുക. സമഖ്ശരി, ജാറുല്ലാഹി സമഖ്ശരി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സമഖ്ശരി, അയാൾ മുഅ്തസിലിയായിരുന്നു. അത് അയാളെ കശാഫ് പോലത്തെ കിതാബുകളൊക്കെ നമ്മൾ പരിശോധിച്ചാലും മനസ്സിലാവും, അയാളെ മറ്റുള്ള കിതാബുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും അയാൾക്ക് ഇഅ്തിസാലിയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്ന് മാത്രമല്ല, സമഖ്ശരിനെ പറ്റി പറയലുണ്ട്, അയാൾ ഇഅ്തിസാൽ കൊണ്ടിട്ട് മുഅ്തസില ആണ് എന്നതുകൊണ്ട് വളരെ പരസ്യമായി പറയുന്ന ആളായിരുന്നു. ഏതൊരു സ്റ്റേജിൽ വന്നാലും ഏതൊരു സ്ഥലത്ത് വന്നാലും അയാൾ പറയും അതാക്കും ജാറുല്ലാഹി സമഖ്ശരിൽ മുഅ്തസിലീൻ, ഈ മുഅ്തസിലിയാവുന്ന സമഖ്ശരി ഇതാ വന്നിരിക്കുന്നു. കാരണം ഇഅ്തിസാൽ കൊണ്ട് അഭിമാനം കൊണ്ടതായ ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിരിഞ്ഞു പോണതായ വികൃതമാവുന്ന ആശയങ്ങൾക്ക് ഇവിടെ അതിനിക്ക് ശില നൽകിയത് ഇഅ്തിസാൽ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ സംഘടനയാണ്. ആ സംഘടനയിൽ പൂർണ്ണമായി ഒരു അംഗത്വം സ്വീകരിച്ച ആളായിരുന്നു സമഖ്ശരി. അയാൾ വലിയ പണ്ഡിതനായിരുന്നു. ഭാഷയിലൊക്കെ അയാൾ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ അവലംബിക്കലുണ്ട്. വിശ്വാസത്തിൽ അയാൾ അവലംബിച്ചു പോയാൽ ഇമാം ബൈളാവി തങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കും. അതുകൊണ്ടുള്ള മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ബൈളാവിയിൽ ചില സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ മൂപ്പര് ഒരു ഇഅ്തിസാലിയത്തിലേക്ക് പോക്കുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നും ചില സ്ഥലത്ത് നോക്കിയാൽ. കാരണം കശാഫിനെ അവലംബിച്ചുകൊണ്ട് അവർ തഫ്സീർ എഴുതിയപ്പോൾ ചില സ്ഥലത്തൊക്കെ ചില തകരാറുകൾ മൂപ്പർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടും. അപ്പോൾ അവരെ അജണ്ട എന്ത് ചെയ്യുന്നു എന്നറിയോ? മഹാന്മാരാവുന്നതായ മുൻകഴിഞ്ഞ നമ്മൾ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ പൂർണ്ണമായും കൊണ്ടിട്ട് അവരെന്താക്കുക,
അവരെ പൂർണ്ണമായി തള്ളുക. ജമഖ്ശരിനോടൊരു അവസരത്തിൽ ചോദിച്ചു, നിങ്ങൾക്കെന്താ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചൂടെ എന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇന്ന് ഇവിടുത്തെ മുജാഹിദീങ്ങൾ പറയുന്നത് പോലുള്ള ന്യായ അയാൾ പറഞ്ഞത്. വലൗ ഷാഫിഇയ്യൻ കുന്തു ഖാലൂ ബി അന്നനി ഉബീഹു നിക്കാഹൽ ബിൻതി വൽ ബിൻതു മുഹ്റമു. ഞാൻ ഷാഫി മദ്ഹബ് ആവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയൂ, ഷാഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത ഒരാൾ ഞാനാണെങ്കിൽ ആളുകളൊക്കെ എന്നെ പറ്റി പറയും, സിനയിലുണ്ടായതായ മകള്, ആ മകളെ എന്താക്കാൻ പറ്റും, നിക്കാഹ് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റുള്ള മദ്ഹബുകളൊക്കെ അതിനെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സിനയിലുള്ളതായ കുട്ടിനെ നമുക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ട് ഷാഫി മദ്ഹബിനെ ഞാൻ വിട്ടുവന്നു. വലൗ ഹാനഫിയൻ കുന്തു ഖാലൂ ബി അന്നനി ഉബീഹു തിലാ വഹുവ മുഹറമു. ഞാനൊരു ഹനഫി മദ്ഹബുകാരനാണെങ്കിൽ അവർ പറയും, കള്ളിൽ നിന്ന് മുസ്കിർ അല്ലാത്തൊരു ഖദർ അത് കുടിക്കൽ ഹലാലാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഹനഫി മദ്ഹബിനെ ഞാൻ വിട്ടുവന്നു. വലൗ മാലിക്കിയൻ കുന്തു ഖാലൂ ബി അന്നനി ഉബീഹു ലുഹൂമൽ കൽബി വൽ കൽബു മുഹറമു. മാലിക്കി മദ്ഹബുകാരനാണെങ്കിൽ നായി പട്ടി നജസല്ല എന്ന് പറയേണ്ടി വരും. മറ്റുള്ള മദ്ഹബിലൊക്കെ അത് നജസാണല്ലോ എന്ന്. വലൗ ഹംബലിയൻ കുന്തു ഖാലൂ ബി അന്നനി ഖദിദ്ദഅതു ജിസ്മല്ലാഹി വൽ ജിസ്മു മുഹറമു. ഞാൻ ഹംബലി മദ്ഹബുകാരനാണെങ്കിലോ ജനങ്ങൾ എന്നെ പറ്റി പറയും, ഞാൻ അള്ളാഹുവിനിക്ക് ജിസ്മുണ്ട് എന്ന് പറയുന്ന ആളാണ്. അള്ളാഹുവിനിക്ക് ജിസ്മുണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ. ഹംബലി ഇമാമിനിക്ക് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഹംബലി മദ്ഹബിൽ ഉദ്ദേശിക്കപ്പെട്ട ജിസ്മിൻ്റെ വാദം വേറെ ഒന്നാണ്. ഏതായാലും ഹംബലി മദ്ഹബുകാരനാണെങ്കിൽ ആ നിലക്ക് എന്നെ ആക്ഷേപിക്കും. അതുകൊണ്ട് ഈ മദ്ഹബിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞുന്നു. ഈ വാദമാണ് ഇവിടുന്ന്, അതൊരു ഇത്തിസാലിയത്തിൻ്റെ വാദമാണ്. ആ വാദം തന്നെയാണ് ഇവിടെ പുറപ്പെട്ടതായ ഏത് ബിദ്അഈ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു. മഹാന്മാരാവുന്നതായ അയിമ്മത്ത് വിശുദ്ധമാവുന്ന ഖുർആനിക്കും സുന്നത്തിനിക്കും അവരെങ്ങനെയാണോ അവരതിനെ വ്യാഖ്യാനിച്ചു, ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിശുദ്ധ ഖുർആനും സുന്നത്തിനും വ്യാഖ്യാനിക്കേണ്ടത്. അവരെ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ 28ഓളം വർഷം മൂപ്പര് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാ. 28 വർഷത്തോളം അറബി ഭാഷ മൂപ്പര് പഠിച്ചു. മാത്രമല്ല ബതുക്കളാവുന്ന അറബികളുമായി കൂടിക്കൊണ്ടിട്ട് അവരെ പ്രയോഗ പദങ്ങളും അവർക്കുള്ളതായ അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എത്രയോ വർഷം അവരെ കൂടെ കഴിഞ്ഞു എന്നാ. മഹാനാവുന്ന ഇമാം അസ്മഈ തങ്ങൾ പറഞ്ഞു ഇമാം ഷാഫി തങ്ങളെ പറ്റി, ഖറഅതു അശ്ആറൽ ഹുദലിയീന അലാ റജുലിൻ ഇസ്മുഹു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ബി മക്കത്ത. മക്കത്ത് വെച്ച് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന് പറയുന്ന അന്ന് ഇമാം ഷാഫി തങ്ങൾ അത്ര പ്രസിദ്ധനായിട്ടില്ല. അങ്ങനത്തെ ഒരാളെ ഇരുത്തുന്നതാണ് ഞാൻ ഹുദലിയീങ്ങൾക്കുള്ളതായ ആ ബെയ്ത്തിൻ്റെ ഗ്രന്ഥമാവുന്നതായ അറബി ഭാഷ പഠിക്കാൻ ഉപകരിക്കുന്ന ആ കിതാബ് ഞാൻ പഠിച്ചതെന്ന് ഭാഷയിൽ ഏറ്റവും വലിയ പണ്ഡിതനാവുന്ന ഇമാം അസ്മഈ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭാഷനെ പഠിച്ച ആ പഠിക്കൽ കൊണ്ട് ആ എത്രയോ 28ഓളം വർഷം അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ച മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ അവർ പോലും വിശുദ്ധമാവുന്ന ഖുർആനും സുന്നത്തിനെയും അവർ വ്യാഖ്യാനിച്ചത് എങ്ങനെ? മഹാന്മാരാവുന്നതായ അത് അയിമ്മത്ത് അവർക്കുള്ള മുൻഗാമികൾ എങ്ങനെയാണോ വിശുദ്ധ ഖുർആനും സുന്നത്തിനും വ്യാഖ്യാനിച്ചു, ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഓതി കൊടുക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിൻ്റെ കൂടെ ഓതാൻ തുടങ്ങി. അള്ളാഹു റസൂലിനോട് പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക്ക്, നബിയെ ഇത് നാവ് കൊണ്ട് ചെയ്യേണ്ട പണിയല്ല, നാവ് അനക്കണ്ടാന്ന്. ഇത് നാവ് അനക്കേണ്ട ആവശ്യമില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു. ഇതിൻ്റെ ആശയം എന്തൊക്കെയാണെന്നുള്ളത് അതിനെ പൂർണ്ണമായും കൊണ്ട് നബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കണ പണിയുണ്ടല്ലോ, അത് ഞാൻ ചെയ്യും. വ ഖുർആനഹു, ഇതിനെ എങ്ങനെയൊക്കെ പാരായണം ചെയ്യണം, എങ്ങനെയാണ് ഇതിനെ പാരായണം ചെയ്യേണ്ട ശൈലി, ഇതൊക്കെ ഞാൻ എന്താക്കും, നബിയെ തങ്ങൾക്കുള്ളതായ ഹൃദയത്തിലേക്ക് അതിനെ അവതരിപ്പിച്ചു തരും. അപ്പോൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും വലുത്. ഹൃദയത്തിൻ്റെ വിശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞ് ആ ഹൃദയത്തിൽ വന്നതായ ഈമാനിൽ നിന്ന് എല്ലാം ഉണ്ടായിത്തീരണം. ഇപ്പോൾ റസൂൽ പറഞ്ഞില്ലേ, ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ, അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽ നിന്നുണ്ടാവണം എന്നാ. അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം. ആ നിലയ്ക്ക് ഈമാൻ വളരണം. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഹയാ എന്നുള്ളത് ഈമാനിൽ നിന്നുണ്ടാവേണ്ടതായ ഒരു ഘടകമാണ്. അപ്പം ഈമാൻ ഉണ്ടായിട്ട് ഈമാനിൽ നിന്നിട്ടാണ് ഹയാ ഉണ്ടായിത്തീരേണ്ടത്. ഇങ്ങനെ എല്ലാം ഈമാനിൽ നിന്നുണ്ടാവണം. ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, സ്വദേശത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽ നിന്നുണ്ടായിത്തീരേണ്ടതാണ്. അപ്പോൾ ഈമാൻ ആദ്യം ഉണ്ടായിത്തീരണം.
ആ ഈമാൻ ഉണ്ടായി തീർന്ന് ആ ഈമാൻ വളർന്ന് 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 പന്തലിച്ചു. ആ ഈമാൻ അൽ ഈമാനു യസീദു വയൻഖുസൂൻ, മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷത. അപ്പോൾ ഈമാൻ അത് വളരും. ആ വളർന്ന് വളർന്ന് ഈമാനിൽ നിന്ന് എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടായിത്തീരണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ്, നബിയെ തങ്ങൾക്കുള്ള ഹൃദയം, ആ ഹൃദയം വിശുദ്ധമായി കഴിഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് നബിയെ തങ്ങളെ നാവുകൊണ്ട് തങ്ങൾ പണി ചെയ്യാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയായ ഞാൻ ആ വിശുദ്ധ ഖുർആൻ്റെ എല്ലാ ആശയങ്ങളെയും ആ ആശയങ്ങളെ നബിയെ തങ്ങൾക്കുള്ളതായ ഹൃദയത്തിലേക്ക് നമ്മൾ അവതരിപ്പിക്കും. ആ വിശുദ്ധ ഖുർആനെ ഓതേണ്ട ശൈലിയും അതിനോട് ബന്ധപ്പെട്ടതായ സർവ്വ അതിൻ്റെ അഹ്കാമുകൾ മുഴുവനും നബിയെ തങ്ങൾക്കുള്ളതായ ഹൃദയത്തിൽ നമ്മൾ ജംഅ് ചെയ്തു തരും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ്റെ സർവ്വ ആശയങ്ങളെയും അല്ലാഹു നബിയുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പൂർണ്ണമായും കൊണ്ട് ഇന്ന് ഇവിടെ കാണപ്പെടുന്ന മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയ സർവ്വ വ്യാഖ്യാനങ്ങളും ഈ വ്യാഖ്യാനങ്ങൾ മുഴുവനും ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തപ്പെട്ടതായ വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെന്താവും, അതിനെ ഒരുമിച്ച് കൂടിത്തരും. അതുകൊണ്ട് നബിയെ തങ്ങൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ആവശ്യം. ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞ് ആ ഹൃദയത്തിൽ ഈമാനിനെ വളർത്തിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഹൃദയത്തിലെ ഈ വിശുദ്ധമാവുന്നതായ ശരീഅത്തിൻ്റെ സർവ്വ അഹ്കാമുകളും അത് നിഷ്പ്രയാസം ആ ഹൃദയത്തിലേക്ക് വന്നു ചേരും. അങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയതായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ്റെ വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു? ഒരു പ്രയാസമില്ലാതെ പഠിപ്പിച്ചു കൊടുത്തു. ഹൃദയത്തിലേക്ക് ഖുർആൻ്റെ ആശയങ്ങൾക്കുള്ള ആശയങ്ങൾ ഇങ്ങനെ നബിൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. അതാണ് ഫഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു. അങ്ങനെ വന്നതായ ഈ വിശുദ്ധമാവുന്നതായ ഖുർആൻ്റെ ആശയങ്ങൾ അത് നബിയെ തങ്ങൾ നബിക്കുള്ളതായ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്ത് താബിയങ്ങൾക്ക്, താബിയങ്ങൾ താബിയങ്ങൾക്ക് അങ്ങനെ കൈമാറി പോരേണ്ടതാണ് ഈ ആശയം. ഇത് സ്വയം ഒരാൾക്കുള്ളതായ ഒരാളുടെ അഭിപ്രായ പ്രകാരമോ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചോ അല്ലെങ്കിൽ ഭാഷ പഠിച്ചതുകൊണ്ടോ വ്യാഖ്യാനിക്കപ്പെടേണ്ടതായ ഒന്നല്ല. ഭാഷ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് പൂർണ്ണമായും അത് ഇലാഹിയായ വ്യാഖ്യാനങ്ങളാണ്. എന്താ ഇലാഹിയായ വ്യാഖ്യാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വ്യാഖ്യാനങ്ങൾ. അത് അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് പഠിപ്പിച്ചു കൊടുത്തു ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ മുഴുവനും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്തെങ്കിലും നബി പറയൂല. നബി പറയുന്നത് മുഴുവനും ഇലാഹിയായ കലാമുകളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വായിക്കേണ്ട സ്ഥലത്ത് നോക്കി വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അത് പറയേണ്ട ആൾക്കാർ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഒന്നിരിക്കൽ ജിബ്രീൽ മുഖേന നബിൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കും. അല്ലെങ്കിൽ ജിബ്രീൽ മുഖേന അല്ലാതെയും ഇറക്കി കൊടുക്കുന്ന മാർഗ്ഗമുണ്ട്. അതെങ്ങനെ? വിശുദ്ധമാവുന്ന ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളെ നബി മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ വ്യാഖ്യാനങ്ങളാണ് മഹത്തുക്കളാവുന്നതായ അയിമ്മത്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വ്യാഖ്യാനത്തിൽ കൂടിയല്ലാതെ വിശുദ്ധ ഖുർആനെ ഒരു വ്യക്തിക്കും വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആനെ സ്വയം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്നതായ അബദ്ധമാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടായിത്തീർന്നത്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിത്തീർന്നത്, ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്തിനുണ്ടായിത്തീർന്നത്. ഈ പ്രസ്ഥാനങ്ങളെ മുഴുവനും നമ്മൾ എതിർക്കാൻ കാരണം നമുക്കെന്താ ഇങ്ങനെ ഓരോരോ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്ന് അതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? ആശയപരമായി നമ്മളവരെ എതിർക്കുന്നുണ്ട്. വേറൊരു വിദ്വേഷം അവരോടൊന്നും ഇല്ലല്ലോ, ഇവിടെ ആരോടുമില്ല. ആശയപരമായിട്ട് വിശുദ്ധമാവുന്നതായ ദീൻ അതാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരിൽ ശബ്ദിക്കുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടോടം മുതൽ ഇന്നേ വരെയുള്ളതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം പരിശോധിച്ച് നോക്ക്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ വാദങ്ങളെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തിട്ടുണ്ട്, എല്ലാ വാദങ്ങളും. കാരണം വിശുദ്ധമായ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ പോരാ. ഞങ്ങൾ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണല്ലോ ഇത്. മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്നതായ അയിമ്മത്തിനെ പിൻപറ്റണം. കണ്ടില്ലേ? അയിമ്മത്തിനെ എങ്ങനെയും പിൻപറ്റിയാൽ പോരാ. അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിൻപറ്റുന്നവർക്കുണ്ടാവുന്ന സ്വഭാവം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞു.
വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിറുകൾ അൻസാറുകൾ അവരെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരോട് പിൻപറ്റിയവരും. അത് എങ്ങനെ പിൻപറ്റണം എന്നറിയോ? ബി ഇഹ്സാൻ. ദീനിൻ്റെ ഏറ്റവും വലിയ അവിഭാജ്യമായ ഒരു ഘടകമാണ് ഇഹ്സാൻ. എങ്ങനെയും പിൻപറ്റിയാൽ പോരാ. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അവർ കണ്ടോ മുജാഹിദ് പ്രസ്ഥാനക്കാൾ ഇപ്പോൾ ഇവിടുത്തെ മുജാഹിദീങ്ങൾ പറയുന്നത് എന്താ? ഇവരെ വാദം തീവ്ര സൂഫിസത്തിൽ നിന്നിട്ടാണ്, ആത്മീയതയിൽ നിന്നിട്ടാണ് ഇവിടെ വർഗീയത ഉണ്ടാവുന്നതാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഗീയവാദിയാണെന്ന് പറയേണ്ടി വരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഗീയവാദിയാണോ? തീവ്ര സൂഫിസം എന്ന് പറഞ്ഞാൽ അതാണ് പൂർണ്ണമായ ഇസ്ലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഈമാനിനെ പറ്റി ചോദിച്ചല്ലോ. ഈമാൻ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിനെ പറ്റി ചോദിച്ചു, ഇസ്ലാം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. മൂന്നാമതൊരു സംഗതിനെ പറ്റി ചോദിച്ചു, ഇഹ്സാൻ എന്ന് പറഞ്ഞത് എന്താണ്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് നീ ഇബാദത്ത് ചെയ്യണം. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മുന്നിലാണ് നീ ഉള്ളത്. വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ ഈ വിശ്വാസം ഉണ്ടാക്കി തീർക്കുക. ഇതാണ് ഇവിടെ ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയത ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നേ വരെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരെ പരിശോധിച്ച് നോക്ക്. അവരിവിടെ ആത്മീയതയിൽ ഊന്നിയും കൊണ്ടിട്ട് പ്രവർത്തിച്ചവരാണ്. ആത്മീയത ഇല്ലാത്തവർ ആത്മീയത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയാണ്. എന്നതിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് എന്താ? ആ വന്ന ആളുകൾക്കറിയോ അത് ജിബ്രീലാണ്. ജിബ്രീൽ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്? നിങ്ങൾക്കുള്ളതായ ദീനിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ദീന് എന്ന് പറഞ്ഞാൽ ഇത് ആത്മീയത തന്നെയാണ് ദീന്. അപ്പം ആത്മീയതയിൽ ഒരാൾക്ക് തീവ്രത ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. പക്ഷേ കള്ള ആത്മീയത ഇവിടെ ഉണ്ട് ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ പല കള്ളമാരി എതിർത്തില്ലേ? ആലുവ തരീഖത്തിനെ നമ്മൾ എതിർത്തു. എന്താ കാരണം? അവിശ്വാസം, പേച്ച വിശ്വാസമാണ്. അങ്ങനെ ഇവിടെ വേങ്ങാട് ഏതാ വരുത്തുണ്ടല്ലോ, അവനെ മുമ്പ് എതിർത്തല്ലോ. കുളത്തിലിരിക്കണ വരുത്തൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലുമ പറഞ്ഞു, കുളത്തിൽ തവളയിനുണ്ടാവർ ഷെയ്ഖന്മാരെല്ലാന്ന്. ഷെയ്ഖന്മാരെന്തിനാ കുളത്തിൽ പോയിരിക്കണം? അവർക്ക് ഇരിക്കാൻ ഇവിടെ വാർത്തൻ്റെ സ്ഥലമില്ലടോ. അപ്പോൾ അത് അവനെ നമ്മൾ എതിർത്തു. അങ്ങനെ ഇവിടെ കുരൂർ തരീഖത്ത് വന്നു, ചോറ്റൂർ തരീഖത്ത് വന്നു. ഇങ്ങനെ പല കള്ളന്മാരും ഇവിടെ വന്നിട്ടുണ്ട്, ഇനിയും വന്നും കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തരീഖത്ത് എന്നുള്ളത് അതൊന്നും യഥാർത്ഥ തരീഖത്തല്ല. മഹാന്മാരാവുന്നതായ തരീഖത്തിൻ്റെ മശായിഖന്മാരിലേക്ക് ചേർത്തും കൊണ്ട് പറയപ്പെടുന്ന പലരും ഇപ്പോൾ ആലുവ തരീഖത്ത് അവർ പറയുന്നത് ഞങ്ങൾ എന്താണ് ഖാദിരിയ തരീഖത്ത് എന്നാണ്. ഖാദിരിയ തരീഖത്തേറ്റ് ഇവർക്കൊരു ബന്ധമില്ല. മഹാനാവുന്നതായ മദീൻ ഷേഖ് തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും അവർക്കില്ല. അവർ ഖാദിരിയ നൂരിഷാ തരീഖത്ത് അത് വഹദത്തുൽ വജൂദിൻ്റെ വാദക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലുണ്ട്, ഇത് കാണുമ്പോൾ ഇതിൽ അള്ളാഹ് ഉണ്ട് എന്നാറുണ്ട്, ഇതിമൽ അള്ളാഹ് ഉണ്ട്, ഇതിമൽ അള്ളാഹ് ഉണ്ട്. അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ സാധനത്തിലും അള്ളാഹ് ദിമലൊക്കെ വന്ന് നിൽക്കുന്ന സാധനം അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ കൂടി അള്ളാഹിനെ മനസ്സിലാക്കാം. ഈ സാധനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാലിലായിട്ടുണ്ട് എന്നുള്ള വിശ്വാസം അത് തനിച്ച കുഫ്രിയത്താണ്. ഇതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കള്ള തരീഖത്തുകളെ മുഴുവൻ എതിർത്തത്. നേരെ മറിച്ച് ശരിയായ ആത്മീയത, ആ ആത്മീയതയിലുള്ളതായ തീവ്രത കൊണ്ട് ഒരിക്കലും ഇവിടെ വർഗീയതയോ അല്ലെങ്കിൽ തീവ്രവാദമോ ഉണ്ടാവില്ല. പക്ഷേ വിശുദ്ധ ഖുർആനെ അതിനെ എങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത് ആ വ്യാഖ്യാനിക്കേണ്ടതുപോലെ വ്യാഖ്യാനിക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധം മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്. നാളൊരു ഇപ്പോൾ അടുത്തൊരു മുഖാമുഖത്തിലൊരു കുട്ടികൾ എന്നോട് ചോദിച്ചു, ഈ IS എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയ ആൾ വലിയ സൂഫിയാണല്ലോ. ഞാൻ പറഞ്ഞ അവൻ സൂഫിയാണെന്നുള്ള വിശ്വാസം നമ്മൾക്കില്ല. യഥാർത്ഥ സൂഫിയാണ് അവൻ എന്നുള്ളത് വെക്കുക. എന്നാൽ അവനിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു തീവ്രവാദോ ഇതുണ്ടാവാൻ സാധ്യമല്ല, ഉണ്ടാവാൻ പാടുള്ളതുമല്ല. അത് യഥാർത്ഥ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമല്ല അത്. പിന്നെ ഇസ്ലാമിൽ ജിഹാദിൽ അങ്ങനെ ഇസ്ലാമിന് പല സംഗതി ഉണ്ടോ, അത് എല്ലായിടത്തും ഉണ്ടാവുക എന്നല്ല. അത് ആവശ്യമുള്ള സ്ഥലത്ത് അതിൻ്റെതായ നിബന്ധനകളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാവും. അതുകൊണ്ട് അത് ഇസ്ലാം തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇതുകൊണ്ടാണ് വിശുദ്ധമാവുന്ന ഖുർആൻ, ആ ഖുർആനും തിരുസുന്നത്തിനെയൊക്കെ മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖ് എങ്ങനെയാണോ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ആ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കാഞ്ഞാൽ ഉണ്ടായിത്തീരുന്നതായ തെറ്റുകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ISന് സംഭവിച്ച തെറ്റതാണ്. അവർ വിശുദ്ധമായ ഖുർആനെ മഹാന്മാർക്കുള്ളതായ വ്യാഖ്യാനം അനുസരിച്ചല്ല. മഹാന്മാരുടെ വ്യാഖ്യാനം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വ്യാഖ്യാനമാണ്.
അപ്പോൾ മഹാന്മാരാവുന്ന അയിമ്മത്ത് ഇവിടെ വ്യാഖ്യാനിച്ച വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ മുഴുവനും അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത വ്യാഖ്യാനങ്ങളാണ്. ഇവിടെ ഖുർആൻ്റെ ഏത് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖ് മുഖേന ഓരോ ഗ്രന്ഥങ്ങൾ എഴുതിയതായ മഹത്തുക്കൾക്കും കിട്ടിയതാണ്. അവർക്കുള്ളതായ സ്വയം അഭിപ്രായ പ്രകാരം ഒന്നും അതിൽ അവരെ ചേർത്തിട്ടില്ല. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ സ്വയം ഒരാൾക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് ഇവിടെ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വേണ്ടത്, നമ്മൾ ഒരു പ്രത്യേകമാവുന്ന ഒരു പ്രത്യേക അടിസ്ഥാന തത്വത്തിൻ്റെ മേലിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരാവുന്ന പൂർവികരാവുന്നതായ ആളുകളെ പിൻപറ്റലാണ്. ആ ആളുകളെ പിൻപറ്റൽ നിർബന്ധമാണ്. ഒരു അണുമണി തൂക്കം അതിൽ നിന്ന് തെറ്റിയും കൊണ്ടുള്ളതായ ഒരു യഥാർത്ഥ ദീൻ, ആ ദീൻ ഇവിടെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീൻ, ആ ദീന് മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്നതായ ആളുകളെ പിൻപറ്റിയാൽ മാത്രമേ ആ ദീന് പൂർണ്ണമാവുള്ളൂ. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന. മഹാന്മാരെ വഴി എന്ന് പറഞ്ഞാൽ ആ മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ അത് മഹത്തുക്കളാവുന്ന മുൻഗാമികൾക്കുള്ള വഴിയെന്നാണ്. യഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഈ സിറാത്തൽ മുസ്തഖീം പറഞ്ഞതിൻ്റെ ശേഷം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയാനുള്ള കാരണം എന്തിനു വേണ്ടിയാണ് മഹത്തുക്കളാവുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്? തഅ്കീദു വതൻസീസു അലാ അന്ന ത്വരീഖൽ മുസ്ലിമീന ഹുവൽ മഷ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ.
മുസ്ലിങ്ങൾ ഇവിടെ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴി അത് മുസ്തഖീമായ വഴിയാണ്. ഇതന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. അപ്പോൾ മുഅ്മിനീങ്ങൾ വഴി ആ മുൻഗാമികളാവുന്ന മുഅ്മിനീങ്ങൾ ചെയ്തു പോകുന്നത് മുഴുവനും ദീനാണെന്നാണ്. അവരെ വഴിന്ന് പിറ്റിപ്പോകാൻ പാടില്ല. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അവരെ വഴി അല്ലാത്ത വഴിനെ അവലംബിച്ച് കഴിഞ്ഞാൽ നുവല്ലിഹി മാ തവല്ല വനുസുലിഹി ജഹന്നം വസാഅത്ത് മസീറാന്ന, അവൻ്റെ പോക്ക് നരകത്തിലേക്കാണ്. ഇതുകൊണ്ടാണ് മഹാന്മാരാവുന്ന മുൻഗാമികളാവുന്നതായ അയിമ്മത്ത് മശായിഖിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ഖുർആനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കുക. അവർ ചെയ്തു പോകുന്നത് മുഴുവനും ദീനാണ്. അത് ആദ്യമായിട്ട് അതിന് മഹാന്മാരെ പറ്റിയുള്ള വിശ്വാസം ഹൃദയത്തിൽ വേണമല്ലോ. ഇതുകൊണ്ടുള്ള നമ്മളെ വിശ്വാസം എന്താ? മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, ഈ അമ്പിയാക്കന്മാർ അവർ പാപ സുരക്ഷിതരാണ്. നുബൂവത്തിൻ്റെ മുമ്പും നുബൂവത്തിൻ്റെ ശേഷമൊന്നും അവരിന്ന് വന്തോഷം പോലെയല്ല, ഖിലാഫുൽ ഔല പോലും അവരിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പാടുള്ളതുമല്ല. കാരണം ഒരു നബി തെറ്റ് ചെയ്താൽ ഒരു ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞതും നെഹി ചെയ്യപ്പെട്ട സംഗതി തന്നെയാണ്. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ വ്യക്തമായ നെഹി ഉണ്ടാവില്ല എന്നുള്ളൂ, നിരോധം ഉണ്ടാവില്ല എന്നുള്ളൂ, ശക്തമായ ഭാഷയിലുണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ അതും എന്തുതന്നെയാണ്? നിരോധിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പം നിരോധിക്കപ്പെടുന്ന ഒരു പണി, അത് ഹറാമാവട്ടെ, ഖറാഅത്താവട്ടെ, ഖിലാഫുൽ ഔല ആവട്ടെ, ഇത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ചെയ്യൂല. ഇത് നമ്മളൊരു വിശ്വാസമാണ്. ഈ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ നിലകൊള്ളുന്നത്. നേരെമറിച്ച് മുജാഹിദ് ജമാഅത്ത് അവരെ പരിശോധിച്ച് നോക്ക്. അവർ അമ്പിയാക്കന്മാരിൽ നിന്ന് തെറ്റുണ്ടാവാമെന്ന് പറയുന്നവരാണ്. അവർ മനുഷ്യരാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയെങ്കിലും അവരെ കൊണ്ട് അള്ളാഹു തെറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് പറയണത്. മനുഷ്യരാണെന്ന് മനസ്സിലാകാൻ തെറ്റ് ചെയ്യിപ്പിക്കണോടോ, ആളെ കണ്ടാൽ തന്നെ അറിയില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ലാത്തതുകൊണ്ടുള്ള വിശുദ്ധ ഖുർആൻ തന്നെ നബിനെ പറ്റി വിശേഷിപ്പിച്ചത് എന്താ? നബിയെ തങ്ങൾ പറയണം, അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ തന്നെയാണെന്ന് പറയണം. സാധാരണ മനുഷ്യനല്ലാത്തതുകൊണ്ടാണ് അത് പറയാൻ പറയണത്. കാരണം എന്തുകൊണ്ടാണ്? നബി എന്താ മനുഷ്യനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം നമ്മളൊക്കെ ഇവിടെ നടന്ന് മനുഷ്യനാണെന്ന് പറയാം, നമ്മൾ മൃഗങ്ങളാണ്. നമ്മളിങ്ങനെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് തലക്ക് സുഖമില്ല എന്നല്ലേ ആളുകൾ വിചാരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയണെന്താ? നബിയെ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയണം. എന്തിനു വേണ്ടിയാ? സാധാരണ മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന സ്വഭാവങ്ങളല്ല നബിയിൽ നിന്ന് കാണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഷ്ടിക്കുകയോ മുദ്രിക്കുകയോ ചെയ്താൽ ഭൂമി അതിനെ വിഴുങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന എല്ലാം വിശുദ്ധമാവുന്നതായ സുഗന്ധദ്രവ്യമുള്ളതായ വാസനകളാണ് നബിയിൽ നിന്നുണ്ടാവുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ, ഒരു ഹറാമും കറാത്തും ഖിലാഫുൽ ഔല ഒന്നും നബിയിൽ നിന്നുണ്ടാവണില്ല. ഇങ്ങനെ വളരെ വിശുദ്ധമാവുന്ന പൂർണ്ണമായിട്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിട്ടുപോയോ, ഇതൊരു മലക്കായിപ്പോയോ എന്നുള്ള ഒരു ധാരണ, ആ ധാരണയിൽ എത്തിപ്പെടുന്ന നിലക്കുള്ളതായ പ്രവർത്തനങ്ങളാണ് നബിയിൽ നിന്ന് കാണുന്നത്. അപ്പം നബിനോട് നബിയെ തങ്ങൾ പറഞ്ഞോളി, മനുഷ്യൻ തന്നെയാണ് ഞാൻ, മനുഷ്യനാവലോട് കൂടെ തന്നെ ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് എത്താൻ കഴിയും. ആ എത്തലെങ്ങനെ? യൂഹ ഇലയ്യ, വഹി വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിൽക്കുള്ളതായ വിശുദ്ധി ഉണ്ടാവണം. അപ്പം സാധാരണ മനുഷ്യനാവലോട് കൂടെ തന്നെ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനിക്കുണ്ടാവേണ്ട എല്ലാം എനിക്കുണ്ട്. അതോടുകൂടെ തന്നെ എന്നിൽ നിന്നുണ്ടാവുന്നത് മുഴുവനും വളരെ മനുഷ്യനിൽ നിന്ന് കാണപ്പെടുന്നത് അല്ലാത്തത് കൊണ്ട് ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളെ പറ്റി മനുഷ്യനല്ല എന്ന് വിശ്വസിക്കരുത്, മനുഷ്യൻ തന്നെയാണെന്നാണ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് നബി സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു നടന്നു. അപ്പം അമ്പിയാക്കന്മാർക്കുള്ള ഇസ്മത്തും മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അവർക്ക് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണ എന്ത് സംഭവ വികാസങ്ങളെ സംബന്ധിച്ചു അവർക്ക് അറിയാമെന്നുള്ളത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നുബുവത്ത് എന്ന് പറഞ്ഞാൽ നുബുവത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. അത് ഈ ലോകത്ത് കഴിഞ്ഞതും വരാൻ പോണതുമായ സർവ്വ വിഷയങ്ങളെ സംബന്ധിച്ചും അതിനെ കാണാനും കേൾക്കാനും ആവശ്യമുള്ള സമയത്ത് കാണാനും കേൾക്കാനും ഒക്കെ കഴിയണം നിൽക്കുള്ള പ്രത്യേകമാവുന്ന മാധ്യമങ്ങൾ അള്ളാഹു അവർക്ക് നൽകുകയാണ്. അതുപയോഗിച്ച് അവരത് മനസ്സിലാക്കും. അള്ളാഹ് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാന്നല്ല, അള്ളാഹ്ക്ക് അറിയണത് മുഴുവൻ അറിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ലടോ. അള്ളാഹ് അറിയണത് പോലെ അറിയണമെന്ന് നമ്മൾ വിശ്വസിക്കണില്ല. അവരത് അറിയണത് അതിൻ്റെ പ്രത്യേകമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് അവരറിയണത്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരറിയുന്നുള്ള വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിനുള്ളത്. അതുപോലെ തന്നെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർക്കുള്ളതായ അവരുടെ പദവികളനുസരിച്ച് മഹാനാവുന്ന താജുദ്ദീൻ സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ
ثم تختلف المقامات فمنهم من يعرف أن هناك قدرا ولكن لا يدري ما هو أصله. ചില സാധനം കണ്ടാൽ ഇത് ഹറാമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും സാധനത്തിന്മേലുള്ളതായ രേഖ നോക്കിയിട്ട്. പക്ഷേ ആ രേഖയിൽ തന്നെ ഉണ്ടാവും ഇത് ഹറാമാവാനുള്ള കാരണം എന്താണ്, ആ കാരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ചില ആളുകൾ അങ്ങനെയല്ല, അവർക്ക് ഈ ചായ കൊണ്ടുപോയി കൊടുത്താൽ ചായ ഹറാമാണെന്ന് മനസ്സിലാവും, അത് ഹറാമാവാനുള്ള കാരണം എന്താണെന്നും മനസ്സിലാവും. ഒമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വയദ്രി മാ ഹുവ അസ്ലുഹു. ഇത് ഹറാമാവാനുള്ള കാരണം എന്താണ്, ഇത് അറിയണവരാണ് അവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ മൊയ്തീശേഖ് തങ്ങൾ പറഞ്ഞില്ലേ, അത് കുപ്പിൻ്റെ അകത്തുള്ളത് പോലെ കാണുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതെന്നല്ല. ലോകത്തുള്ള എന്തും മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്ന മാധ്യമം ഞങ്ങൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്, ഔലിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് അവർക്ക് കാണാനും കേൾക്കാനും ഒക്കെ അവർക്ക് കഴിയും. ആ നിലക്ക് അവരെ ഈമാനിനെ അവർ വളർത്തിയെടുത്തവരാണ്. അവരോട് ആവശ്യങ്ങൾ നമ്മൾക്ക് അവതരിക്കുക അവരെ മുന്നിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ഇസ്തിഗാസ ചെയ്തില്ലേ, നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി യുദ്ധത്തിന് പോണ സമയത്ത്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, അയാൾ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ റസൂൽ ചോദിച്ചു, ആരോടോ മനിൽ ഹാദി, ആരാണ് ആ പാട്ട് പാടിയത്? അത് ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ അല്ലാഹുമ്മ ർഹംഹു എന്ന് പറഞ്ഞ് അയാൾക്ക് ഇതുവായിരുന്നു. അല്ലാഹുമ്മ ർഹംഹു, അള്ളാഹു അവനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ അയാൾ ഷഹീദാവുന്ന. അപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, എന്താ പറഞ്ഞതെന്നറിയോ, അള്ളാഹിനോട് ഇയാൾക്ക് ഹയാത്തിനെ കൊടുക്കാൻ വേണ്ടി നബിയെ തങ്ങൾ പറയുന്നല്ല, മത്തിഇനാ ബി ഹയാത്തിഹി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാ. നബിയെ തങ്ങൾ ഇയാളെ ഹയാത്ത് കൊണ്ടിട്ട് നബിയെ തങ്ങൾ ഞങ്ങളെ സുഖിപ്പിക്കണം എന്നാ. എന്ന് പറഞ്ഞാൽ നബിയെ തങ്ങൾ ഇയാൾക്ക് ഹയാത്ത് ഉണ്ടാക്കാനുള്ള പണി എന്താ ചെയ്യണം എന്നാ. അപ്പോൾ മത്തിഇനാ ബി ഹയാത്തിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് നേരക്ക് നേരെ ഇസ്തിഗാസ ചെയ്യണം. ആ ഇസ്തിഗാസയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. തവസ്സുലിൽ വിശ്വസിക്കുന്നവരാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് തവസ്സുൽ തന്നെയാണ്. അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഖുത്ബയിൽ നിന്നുള്ള ഓരോ ഹർഫും അത് പരിഭാഷ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെ ഈ വിശുദ്ധമായ ആശയങ്ങൾ മുഴുവനും അതിവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇതിനെ എതിർക്കുന്നതായ ഒരുപാട് ഫിർഖത്ത്, ഒരുപാട് പാർട്ടികൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. ഇവരെയൊക്കെ എതിർക്കലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ അതിൻ്റെ ദൗത്യം. അതുപോലെ തന്നെ തീവ്രത, ഭീകരവാദം പോലത്തതായ ദുഷ്ട സ്വഭാവങ്ങൾ ഇത് ഇസ്ലാമിന് തന്നെയാണ്. ഇത് പിന്നെ IS ഉണ്ടാക്കിയവൻ സൂഫിയാണോ എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ സൂഫിയാവൂല. യഥാർത്ഥ സൂഫിയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നിട്ട് ഇതുപോലുള്ളതായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ അവരെ പ്രേരിപ്പിക്കലോ ഉണ്ടാവാൻ സാധ്യമല്ല. അത് സൂഫിയാക്കളുടെ സ്വഭാവമല്ലത്. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ യദിഹി വ ലിസാനിഹി എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട സ്വഭാവം എന്താ, എല്ലാ മുസ്ലിങ്ങളിൽ നിന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്നറിയോ, മുസ്ലിമീങ്ങൾ മാത്രം രക്ഷപ്പെടണം എന്നുള്ളതല്ല, മുസ്ലിമീങ്ങളുമായിട്ടാണ് അധികം ഇടവൈകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഓലിബിനും അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾ മുഴുവനും അവൻ്റെ ഉപദ്രവങ്ങളെ തൊട്ടും അവൻ്റെ നാക്കുകൊണ്ടും അവൻ്റെ കൈ കൊണ്ടും മറ്റുള്ള പ്രഹാരങ്ങളെ തൊട്ടും രക്ഷപ്പെടണം, മറ്റുള്ള ലോകത്തുള്ള എല്ലാം രക്ഷപ്പെടുന്ന ഹദീസിൻ്റെ വിശാലമായ അർത്ഥം. ആ നിലക്ക് സർവ്വ വസ്തുക്കൾക്കും എന്താവുക, അവർക്ക് രക്ഷ മുസ്ലിമിൽ നിന്നുണ്ടായിത്തീരണം. ഇതാണ് ഇസ്ലാമിൻ്റെ വ്യക്തമാവുന്നതായ ആശയം. ഈ ആശയത്തിനോടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം കണ്ടോ, ഇതിനെ സംബന്ധിച്ച് ഇവർ തുറന്ന പുസ്തകമാണ്. ഇവിടുത്തെ നിയമപാലകർക്ക് ഇതിനെ സംബന്ധിച്ച് എന്തില്ല, യാതൊരു സംശയമില്ല. എല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ ഈ പരിപാടി അനുവദിച്ചെന്ന് സമസ്തൻ്റെ പരിപാടിയല്ലേ നടത്തിക്കൊള്ളിയതാണ്. നമ്മൾ ഏതൊരു പിന്നെ ഭരണകർത്താവിൻ്റെ അടുത്ത് നിന്നും സമസ്തനെ പരിചയപ്പെടുത്താൻ വേണ്ടി മുതിരുമ്പോൾ അവർ പറഞ്ഞിട്ട് സമസ്തനെ പറ്റി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സമസ്ത എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, അതുപോലെ വിശുദ്ധമായ സംഘടനയാണ്, ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന സംഘടനയല്ല, ഇവിടെ തീവ്രവാദത്തിനോ ഇവിടെ ഭീകരവാദമൊക്കെ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല, ഇത് വളരെ വിശുദ്ധമാവുന്നതായ ഒരു പ്രസ്ഥാനമാണ്. ഇത് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം സമസ്തനെ പറ്റി. അപ്പോൾ അത്രയും വിശുദ്ധമാവുന്നതായ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിലാണ് നമ്മളുള്ളത്. എല്ലാവരോടും പറയാനുള്ളത്, ഈ വിശുദ്ധമാവുന്നതായ ഈ പ്രസ്ഥാനം ഇതിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തി പകരാനും ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റുള്ളതായ അതിൻ്റെ ഉപശാഖകളുണ്ടല്ലോ, സുന്നി യുവന സംഘമായാലും SKSF ആയാലും SBB ആണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡ്, അങ്ങനെ സുന്നി മഹല്ലി ഫെഡറേഷൻ, അങ്ങനെ ഒരുപാട് സംഘടനകൾ നമുക്കുണ്ട് ഓരോ മേഖലയിലുള്ളവയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റി.
ആ സംഘടനകൾക്ക് മുഴുവനും എല്ലാ നിലക്കുള്ളതായ ശക്തിയും പകരാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ഈ സംഘടനയെ സഹായിക്കണം, ഈ സംഘടനയുടെ പിന്നിൽ അണിയുറച്ചും കൊണ്ട് നിൽക്കണം. ഇതാണ് ഈ കൂടിയതായ എല്ലാവരോടും പറയാനുള്ളത്. വളരെ വിശുദ്ധമായ ആശയങ്ങളാണ്. നമ്മളെ ആശയങ്ങൾ ഒക്കെ വിശുദ്ധമായ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും മഹാന്മാരാവുന്ന അയിമ്മത്ത് എങ്ങനെയാണോ ഖുർആനെ വ്യാഖ്യാനിച്ചു, മഹാന്മാരാവുന്ന അയിമ്മത്ത് എങ്ങനെയാണോ തിരുസുന്നത്തിനെ വ്യാഖ്യാനിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് നമ്മൾക്കുള്ളതായ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എല്ലാം ലക്ഷ്യമില്ലാത്തൊരു സംഗതിയും നമ്മളെടുത്തില്ല. എല്ലാത്തിനും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യണ ഒന്നും. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആ, ആ ദുആയിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എല്ലാം ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധമായ സംഘടന ഇതിനെ സംബന്ധിച്ച് ആർക്കും ഒരു നിലക്കുള്ളതായ തെറ്റിദ്ധാരണ ഇല്ലാത്തൊരു സംഘടനയാണ്. കാരണം എന്തുകൊണ്ട്? ഇത് തുറന്ന പുസ്തകമാണ്. ഇത് വിശുദ്ധമാവുന്ന ആ ദീനാണ്. ആ ദീൻ്റെ യഥാർത്ഥ പതിപ്പാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ എന്താവുന്നത് വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ എല്ലാവരും അണിയറിച്ചു നിൽക്കുക. ഈ പ്രസ്ഥാനത്തിനെയും ഇതിൻ്റെ ഉപസംഘടനകളൊക്കെ എല്ലാവരും സഹായിക്കാം. ഇതിൻ്റെ വ്യക്താക്കളായും കൊണ്ട് എല്ലാവരും എപ്പോഴും ഇതിൻ്റെ പിന്നിലുണ്ടാവണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ഈ മഹത്താവുന്ന പരിപാടിക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. പല നിലക്കും സഹായിച്ചിട്ടുണ്ട്. ശാരീരികമായും സാമ്പത്തികമൊക്കെ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ദ്വാര അറിയുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ഇവർ ദ്വാരക്കും തങ്ങൾ ദ്വാരക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ദ്വാരക്കാതെ പോയാലൊരു മോശമാണെന്ന് വിചാരിച്ചിട്ട് ദ്വാരക്കാണ്. ആ ദ്വാരൻ്റെ ഒക്കെ ആളുകൾ പലരും ഉണ്ട്. എൻ്റെ പണി അതൊന്നുമല്ല. അപ്പോൾ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്കെല്ലാവർക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ സംഗതിയിലും അർഹമുർ റഹീമീനായ തമ്പുരാനെ എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യണം. ഞങ്ങൾക്കൊക്കെ ഉള്ളതായ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ള ഉമ്മവാപ്പാന്മാർ, ഉസ്താദന്മാർ, മക്കൾ, ശിഷ്യന്മാർ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ സർവരെയും സാലിഹ്യങ്ങളാക്കണേ അള്ളാ. സാലിഹ്യങ്ങളുള്ള സുഹബത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഈ വിശുദ്ധമായ അഖീദൻ്റെ മേൽ അടിയുറപ്പിച്ചും കൊണ്ടിട്ട് ഞങ്ങൾക്കുള്ളതായ മരണം വരെയുള്ള ജീവിതത്തിന് നിലനിർത്തി തന്നെ തമ്പുരാനെ. മരണസമയത്ത് മഹാന്മാരാവുന്ന മശായിഖ് അജിദാദ് ഹാദിറായി സന്തോഷത്തോടു കൂടി മരിക്കുന്നതായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട സർവരെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. സ്വർഗത്തിൽ മഹാന്മാരാവുന്ന മശായിഖ് അജിദാദിനോട് കൂടെ ഒരുമിച്ച് കൂടി തന്നെ തമ്പുരാനെ. മാരകമാവുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നവർ എല്ലാവരെയും കുടുംബങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കുള്ളതായ സർവ്വ രോഗങ്ങളെയും ശിഫയാക്കണേ തമ്പുരാനെ. വാഹി